യു എയിൽ പൈസ കൊടുത്ത് മറ്റുള്ളവരെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് ആ പൈസ പോലും ഇത്രയും നാളായിട്ട് തിരിച്ച് കിട്ടിക്കാണില്ല. ഒന്നുകിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതാകാം, അല്ലെങ്കിൽ കടം കൊടുത്തതാകാം. ഇങ്ങനെ പല രീതിയിൽ പല ആൾക്കാർക്കും ഇത് തിരിച്ചു മേടിക്കാനോ അതെങ്ങനെ കോർട്ടിലേക്ക് പോകാനോ ഒന്നിനെ പറ്റി അറിയില്ല. അപ്പോൾ എന്നോടൊപ്പം അഡ്വക്കേറ്റ് ഫെജിനയാണുള്ളത്. ഫെജിനയോട് ചോദിക്കുക, ഇതിൻ്റെ പോം വഴി എന്താണ്, പൈസ എങ്ങനെ നമുക്ക് തിരിച്ചു വാങ്ങാം എന്നുള്ളത്. വക്കീലത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വല്ല എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ LPOസോ അല്ലെങ്കിൽ വല്ല പ്രൊമിസറി നോട്ടോ കാണുള്ളത് വെച്ചാൽ ഇത്തരത്തിലുള്ള കേസുകൾ നമുക്ക് സിവിൽ കേസായിട്ട് ഫയൽ ചെയ്യാം. അതല്ല, ഇനി നിങ്ങളുടെ കയ്യിൽ ചെക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് എക്സിക്യൂഷൻ കേസായിട്ടും ഇത്തരത്തിലുള്ള കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണ്. എനിക്ക് 1,00,000 ദിർഹംസ് കിട്ടാനുണ്ട് എങ്കിൽ നമ്മൾ കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയാണ് അതിന് ഫീ അടയ്ക്കേണ്ടത്, മറ്റ് ചിലവുകളൊക്കെ എന്തൊക്കെയാണ് വരിക? ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, 2 രീതിയിലാണ് നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുക. ഒന്ന് സിവിൽ കേസായിട്ടോ അല്ലെങ്കിൽ ചെക്കാണെങ്കിൽ ചെക്ക് കേസായിട്ടോ. അതിൽ രണ്ടും കോർട്ട് ഫീ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ പുറത്തൊക്കെ നമ്മൾ സിവിൽ കേസ് ഫയൽ ചെയ്യുമല്ലോ, ആ രീതിയിൽ സിവിൽ കേസാണ് നമ്മൾ ഫയൽ ചെയ്യണമെന്ന് വെച്ചാൽ ടോട്ടൽ ക്ലെയിം എമൗണ്ടിൻ്റെ 6% കോർട്ട് ഫീ വരാം. അതേപോലെ തന്നെ നമ്മൾ എക്സിക്യൂഷൻ കേസാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്, ചെക്ക് കേസാണ് നമ്മൾ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം 1,00,000 ദിർഹംസ് ആണെങ്കിൽ അതിൻ്റെ 2% കോർട്ട് ഫീ വരുള്ളൂ. ചെക്ക് കേസിന് 2%, അതുപോലെ തന്നെ സിവിൽ കേസിന് 6% വരാം. അതാണ് അതിൻ്റെ ഡിഫറൻസ്.